തൃശൂരിൽ ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രജനീകാന്ത് രണജിത്തിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. വിനോദിന്റെ ശരീരത്തിലൂടെ എതിർവശത്തുകൂടി വന്ന ട്രെയിൻ കയറിയിറങ്ങുകയായിരുന്നു. തൃശൂരിൽ നിന്നാണ് പ്രതി രജനീകാന്ത് രണജിത്ത് എറണാകുളം പട്ന എക്സ്പ്രസിൽ കയറുന്നത്. ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്ര S11 കമ്പാർട്ട്മെന്റിൽ. ഇതിനിടെ പരിശോധനയ്ക്കെത്തിയ TTE വി വിനോദ് നിയമലംഘനത്തിന് 1000 രൂപ പിഴ ചുമത്തി. ഈ വിരോധത്തിൽ മദ്യലഹരിയിലായിരുന്ന പ്രതി ട്രെയിനിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്ന വിനോദിനെ പിന്നിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ്ഐആർ. കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രജനീകാന്തയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ PV രമേശനാണ് അന്വേഷണ ചുമതല. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം നടത്താനാണ് തീരുമാനം. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും അന്വേഷണ പരിധിയിലുണ്ട്. തലക്കേറ്റ ആഘാതമാണ് മരണകാരണമെന്നും ശരീരം 9 ഭാഗങ്ങളായി വേർപെട്ടുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. പ്രതിയെ സംഭവം നടന്ന വെളപ്പായയിലെത്തിച്ച് തെളിവെടുത്തു. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സാന്ദ്ര മേരി നെറ്റോ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രജനീകാന്ത് രണജിത്തിനായി അഭിഭാഷകനും ഹാജരായി. ഹൈക്കോടതി അഭിഭാഷകൻ അനൂപ് ആന്റണി സമർപ്പിച്ച വക്കാലത്ത് കോടതി സ്വീകരിച്ചു. രജനീകാന്തയുടെ ഭാര്യ റീനയാണ് തങ്ങളെ സമീപിച്ചതെന്ന് അഡ്വക്കേറ്റ് അനൂപ് ആന്റണി പറഞ്ഞു. തൃശൂരിൽ നിന്നും സൂരജ് സജി, 24.